നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതും കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയുടെ പകുതിയിലേറെ ആളുകളെ ബാധിക്കുന്നതുമായ ഒരു കണ്ടീഷനാണ്. വലിയ രോഗം എന്ന് പറയാനില്ലെങ്കിലും ഇതൊരു രോഗമാണ് ഡാൻഡ്രഫ് എന്നും താരൻ എന്നും നമ്മൾ വിളിക്കുന്ന ഒരു രോഗം. ഇത് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സീരിയസ് ഇഷ്യൂസ് ഇതുവഴി വരാനില്ലെങ്കിലും പല കാര്യങ്ങളും താരനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും എങ്ങനെ താരൻ ഇല്ലാതാക്കാമെന്ന് കൂടി പറയാനാണ് ഈ വീഡിയോ. താരൻ എന്നാൽ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഒരു രോഗമാണ്. അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ തലയിലെ തൊലിയിൽ വന്നിട്ട് ഫംഗസ് ഉണ്ടാക്കുന്നൊരു ഫംഗസ്. ഈ ഫംഗസ് സ്കെയിലിംഗ് ആണ് അതിൻ്റെ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ പാത്തോളജി സ്കെയിലിംഗ് ആണ്. അപ്പം സ്കിന്നിൽ ഓയിലി സ്കിന്നാണെങ്കിലും പിന്നെ അതിനെ ഡ്രൈ ആക്കി കളഞ്ഞിട്ട് സ്കെയിൽസ് ഫോം ചെയ്ത് തലയിൽ മുഴുവനും സ്കെയിൽസ് ഉണ്ടാക്കുകയും ഇച്ചിങ്ങും, ഈ ഇച്ചിങ് കൂടാതെ ചെറിയ ഇൻഫ്ലമേഷനും റെഡ്നെസ്സും എന്ന് വെച്ചാൽ ചുവന്ന കളറും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് താരൻ കൊണ്ട് ഉണ്ടാകുന്നത്. താരൻ എന്ന് പറയുമ്പോൾ അത് സാധാരണയായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ട ഒരു രോഗമല്ലെങ്കിലും താരൻ്റെ ചില കണ്ടീഷൻസ് ഡോക്ടറെ കാണേണ്ടതുണ്ട്. കാരണം ഇത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ താരൻ തന്നെ ആണോ എന്നറിയാനും പിന്നെ ഇത് മറ്റേതെങ്കിലും രോഗമായി തീരുമോ എന്ന് തൊലിയുടെ പുറമെ തന്നെ വരുന്ന മറ്റേതെങ്കിലും രോഗമാണോ എന്നും നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സാധാരണയായി താരന് പറയുന്ന എല്ലാ റെമഡികളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫലം കാണുന്നതും പിന്നീട് ആഴ്ചകൾ കൊണ്ട് തന്നെ തിരിച്ചു വരുന്നതുമാണ്. ഇതിനുള്ള ഒരു പ്രധാന കാരണം താരൻ ആകുന്ന കണ്ടീഷൻ, അതിൻ്റെ പാത്തോളജി 2 മാസമെങ്കിലും തലയിൽ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താരന് ചികിത്സിക്കുമ്പോൾ മിനിമം 2 മന്ത്സ് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് റെമഡി ആയാലും, നമ്മൾ ഹോം റെമഡി ആയാലും മറ്റ് ചികിത്സകളായാലും. പക്ഷേ ഭയങ്കര ഡ്രാസ്റ്റിക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് പറ്റില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഹോം റെമഡീസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ബയോളജിക്കൽ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടുള്ളതാണെങ്കിൽ ഈ പറയുന്ന പോലെ 2 മാസം തുടരണം. പിന്നെ വീണ്ടും വരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ 1 മാസം കൂടി തുടർന്നതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പാടുള്ളൂ. താരൻ കൂടാതെ നമ്മൾ താരനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറേ രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് സോറിയാസിസ്. സ്കാൽപ് സോറിയാസിസ് പലപ്പോഴും താരനാണെന്ന് തെറ്റിദ്ധരിക്കുകയും കുറേ കാലം അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. എന്നിട്ട് താരൻ മാറുന്നില്ല എന്ന് കണ്ടിട്ടാണ് അത് അടുത്തൊരു സ്റ്റേജ് ആണെന്ന് തോന്നിയിട്ടാണ് ഡോക്ടറെ കാണുന്നത്. അപ്പോഴത്തേക്ക് പലപ്പോഴും ഇത് കൈവിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ വേറൊന്ന് റിംഗ് ബേൺ ഇൻഫെക്ഷന്. അത്ര കോമൺ അല്ലെങ്കിലും തലയിലും റിംഗ് ബേൺ ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇത് മുടി കൊഴിയാൻ കാരണമാവുകയും താരൻ പോലെ തന്നെ ചൊറിച്ചിലാണ് ആദ്യം കാണുക. അത് കറക്റ്റായിട്ട് നോക്കാത്ത കാരണവും ഡയഗ്നോസ് ചെയ്യാത്ത കാരണം താരനാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. വേറൊന്ന് സെബറോയിക് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ സ്കിന്നിൽ വരുന്ന ഡ്രൈനെസ് കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ അതിൽ നമ്മൾ ഓയിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഫംഗസും, ഈ പറയുന്ന നമ്മൾ താരന് കാരണമാവുന്ന ഫംഗസ് അല്ലാത്ത മറ്റ് ഫംഗസുകളോ ഈസ്റ്റ് ഇൻഫെക്ഷനോ ബാക്ടീരിയാസോ വന്നിട്ട് അവിടെ പൊട്ടി വ്രണം പോലെ ആയി വീണ്ടും അത് വേറൊരു കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എക്സിമ ആയി മാറാനും സാധ്യതയുണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ താരൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചൊറിച്ചിലും സ്കെയിലിങ്ങും ഉണ്ടെങ്കിൽ അത് മിനിമം ഡോക്ടറെ കൊണ്ടല്ലെങ്കിൽ പോലും വേറെ ആരെ കൊണ്ടെങ്കിലും നമ്മൾ തലയുടെ ഉള്ളിൽ മുടി പകിഞ്ഞ് മാറ്റിയിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒരു സ്വയം പരീക്ഷണം സ്വയം വിലയിരുത്തലെങ്കിലും ചെയ്യേണ്ടതാണ്. ഇനി താരനെ കൊണ്ടുള്ള മറ്റു ഉപദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ താരൻ നമ്മുടെ മുഖക്കുരുവിന് ഒരുപാട് ആളുകളുടെ കാരണമായി കാണുന്നുണ്ട്. മുഖക്കുരു, പിന്നെ അതുപോലെ പുരികത്തിൻ്റെയും ഐലാഷസിൻ്റെയും കൊഴിച്ചിലിനും ഈ താരൻ കാരണമാക്കുന്നു.
പിന്നെ വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തലയിലുണ്ടാവുന്ന താരൻ കാരണം ചില ആളുകൾക്കെങ്കിലും കണ്ണിന് പഫിനെസ്സും കഴുത്തിന് വേദനയും ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അത് മൈൽഡായിട്ട് നമ്മൾ ചൊറിയുന്നത് കാരണം മൈൽഡായിട്ട് ബ്ലഡ് വെസൽസിൽ വരുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ് ഇങ്ങനെ അത് കഴുത്തിലേക്ക് പെയിനായിട്ട് വരുന്നത്. അതൊരിക്കലും സ്പോണ്ടൈലോസിസോ അല്ലെങ്കിൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കില്ല. ബ്ലഡ് വെസൽസിൽ മൈൽഡ് ഇൻഫ്ലമേഷൻ വന്നിട്ട് കഴുത്തിലുള്ള സ്കിന്നിനും ചെറിയ വീക്കം വന്ന് പെയിൻ ഉണ്ടാവാനുള്ള ഒരു കണ്ടീഷന് ഇതിൽ കാണാറുണ്ട്. അതുകൊണ്ട് താരൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയായിട്ട് നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ താരന് കാരണമായിട്ട് പറയുന്നത് ശരിക്കും സ്റ്റഡീസ് പ്രകാരം ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണവും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇതിൽ പറയുന്ന കാരണങ്ങളിൽ ജെനറ്റിക് റീസൺസ് ഇൻവോൾവ് ആണ്. ചില ആളുകളുടെ സ്കിന്ന് താരന് മോർ പ്രോൺ ആയിരിക്കും. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ റീസൺസ് എന്ത് തന്നെ ആയാലും ഉണ്ട്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ തലയിൽ താരം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെ ഓക്സിജൻ സപ്ലൈ കുറയുകയും ഇത്തരം ഫംഗസിനും ബാക്ടീരിയാസിനും ഒക്കെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പല രോഗങ്ങളിലും നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷനൊക്കെ ആവശ്യം വരുന്ന തരത്തിലുള്ള രോഗങ്ങളിൽ ഹോസ്പിറ്റലൈസേഷൻ കഴിയുമ്പോൾ ജനറൽ വീക്ക്നെസ് കൊണ്ടും ന്യൂട്രീഷൻസിന്റെ കുറവ് കൊണ്ടും തലയിലുള്ള ഫംഗസിന്റെ വളർച്ച കൂടുന്നതാണ്. പിന്നെ സാധാരണയായിട്ട് നമ്മൾ താരന് കാരണമാവുന്നതെന്ന് പറയുന്ന മറ്റൊരു കാരണമുള്ളത് മലേസെസേറിയ ഗ്ലോബോസ പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. ഇത് ശരിക്ക് ആക്ച്വലി ഇതൊരു ഫംഗസ് ഗണത്തിൽ പെടുന്നതല്ല, ഒരു ഓർഗാനിസമാണ് നമ്മുടെ തലയിൽ വളരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പഴയ ഒരു സ്റ്റഡീസിൽ വളരെ മുമ്പുള്ള ഒരു 70കളിലൊക്കെ നടന്ന ഒരു സ്റ്റഡീസിൽ പറയുന്നുണ്ട് ഈ ഓർഗാനിസം നമ്മുടെ തലയിൽ ഓയിലി സ്കിന്നിന്റെ കൂടെ വളരുന്നതാണ്. പക്ഷെ അത് സാധാരണ നിലക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാറില്ല. പക്ഷെ ഇതിൻ്റെ ഈ ഓർഗാനിസംസിന്റെ വളർച്ചയ്ക്ക് വേണ്ട ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ ഇത് താരനായി മാറുന്നു. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ സ്കിൻ എക്സ്ഫോളിയേഷൻ നടക്കാതെ പുറത്തു പോകുന്ന ഡെഡ് സ്കിന്ന് വീണ്ടും അവിടെ അടിഞ്ഞു കൂടുകയും അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗസ് വന്നു ചേർന്ന് ഇത് താരനായി മാറും. ഇതോടൊപ്പം തന്നെ തലയിൽ പെയിൻ എന്ന് പറയുന്ന ഹെഡ് ലൈസ് എന്നുള്ളതിന്റെ കണ്ടീഷന് കുറയുകയും ചെയ്യും. ഹെഡ് ലൈസ് കുറയും, താരൻ കൂടും. സാധാരണയായിട്ട് ഈ ഓർഗാനിസത്തിനെ ഭക്ഷിക്കാനാണ് ഈ പെഡിക്കുലസ് എന്ന് പറയുന്ന പെയിൻ എന്ന് പറയുന്ന പരാതം നമ്മുടെ ശരീരത്തിൽ തലയിൽ ഉണ്ടാകുന്നത്. ഇതൊരു സുവോളജി ലെവലിലുള്ള ഒരു സ്റ്റഡീസിൽ 70കളിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡീസാണ്. അതിൽ പറയുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, അതൊന്നും കിട്ടിയില്ല. പണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ പെയിനുള്ള തലകളിൽ ഡാൻഡ്രഫ് കുറയും എന്നാണ് ഇതിൻ്റെ മൊത്തം പാത്തോഫിസിയോളജി പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ പാത്തോളജി കോഴ്സിനെ പറ്റിയിട്ടും. ഇനി അടുത്തത് പറയാനുള്ളത് താരനുള്ള ചില റെമഡികളാണ്. റെമഡികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്കാൽപ്പ് ടിഷ്യൂസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറ്റർജൻസ് ബേസുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഈ മലേഷ്യ ഗ്ലോബോസ എന്ന് പറയുന്ന മലേസെസേറിയ ഗ്ലോബോസ എന്ന് പറയുന്ന ഈ ഓർഗാനിസം പൂർണ്ണമായിട്ടും നശിക്കാനിട വരുന്നു. അത് കാരണം അത്രയും ഹാഷ് ഡിറ്റർജൻസ് ഒരിക്കലും ഉപയോഗിക്കരുത്. മൈൽഡായിട്ടുള്ള ഷാമ്പുകളോ അതല്ലെങ്കിൽ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെമ്പരത്തിയുടെ താളിയാണ്. ചെമ്പരത്തിക്ക് ഇതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് താരനെ നശിപ്പിക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പ് ടിഷ്യൂസിനെ ക്ലീൻ ആക്കി വെക്കാനും ഉള്ള കഴിവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. പിന്നെ അതിനേക്കാൾ കൂടുതൽ മെഡിക്കലി പറയുമ്പോൾ നമുക്ക് കൂടുതൽ അവൈലബിൾ അല്ലാത്ത വേറെ ഒന്നുണ്ട്, അതാണ് കുറുന്തോട്ടിയുടെ ഇല. കുറുന്തോട്ടിയുടെ ഇല അവൈലബിൾ ആണെങ്കിൽ ഇത് സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നത് സ്കാൽപ്പിലുള്ള നേരിയ നെർവ്സിന് പോലും ബ്ലഡ് വെസൽസിന് സ്കാൽപ്പ് സ്കിന്നിനോട് ചേർന്ന് കിടക്കുന്ന ബ്ലഡ് വെസൽസിനെ ഉത്തേജിപ്പിക്കാൻ പോലും കഴിവുള്ള ഒരു മെഡിസിനാണ്
ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കുറുന്തോട്ടിയുടെ ഇല. പഴയ കാലത്തൊക്കെ കുറുന്തോട്ടിയുടെ ഇല പറിച്ചെടുത്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് ഒരു 1 or 2 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച് അത് അരച്ചിട്ടോ അല്ലെങ്കിൽ ഞെരടി പിഴിഞ്ഞിട്ടോ തലയിൽ തേക്കാറുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെമഡിയാണ്. താരൻ പെട്ടെന്ന് പോകാൻ ഇതുകൊണ്ട് പറ്റില്ല. ഇത് ഒരു 2-3 weeks ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ ഇല്ലാതാവുന്ന മാത്രമല്ല രണ്ടാമത് വരുന്നതിനെയും തടയും. പെട്ടെന്നുള്ള റെമഡി എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കിഴാർനെല്ലിയാണ്. കിഴാർനെല്ലി അരച്ചിട്ട് മോരിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ മോര് ചേർത്തിട്ട് അരയ്ക്കുക. മിക്സിയിലൊക്കെ മോര് ചേർത്ത് അരച്ചിട്ട് സ്കാൽപ്പിൽ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും താരൻ പോകുന്നത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ 2 months വരെയെങ്കിലും ഇതിൻ്റെ ഫംഗസ് സ്കിന്നിൻ്റെ നെക്സ്റ്റ് ലെയറുകളിൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മറ്റ് റെമഡീസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ സാധാരണയായിട്ട് ആയുർവേദിക് മെഡിസിൻസ് പറയാറില്ല. മിക്സ് മെഡിസിൻ പറയുന്നത് കൊണ്ട് പല അപകടങ്ങളും ഉണ്ട്. കാരണം ആയുർവേദത്തിലുള്ള ഓരോ മരുന്നും ഒരുപാട് ഇൻഡെപ്ത് സ്റ്റഡീസിന് ശേഷം മാത്രം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. കാരണം അത്തരം മെഡിസിൻസ് നമ്മൾ ഓൺ ദ കൗണ്ടർ ഉപയോഗിക്കുമ്പോൾ പല സൈഡ് എഫക്ട്സിനും കാരണമാവാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെളിച്ചെണ്ണയെ പറ്റിയിട്ടാണ്. ഇത് ദുർദൂരപത്രാദി വെളിച്ചെണ്ണ എന്ന ഒരു ക്ലാസിക്കൽ മെഡിസിനാണ്. കാര്യമായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാത്തതാണെങ്കിലും കൂടെ ജലദോഷം ഉണ്ടാക്കുന്ന ആളുകളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സൈനസൈറ്റിസ് അല്ലെങ്കിൽ റിക്കറന്റ് ഫീവർ ഉള്ളവർ ഇത് ഉപയോഗിക്കരുത്. മറിച്ച് താരൻ കാരണം തന്നെ റിക്കറൻ്റ് ആയിട്ട് അലർജിയും അതുവഴി ജലദോഷം വരുന്ന ആളുകളാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. അല്ലാത്ത നിലക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ദുർദൂരപത്രാദി വെളിച്ചെണ്ണ തേക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. അത് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഒരു മൈൽഡായിട്ടൊന്ന് ചൂടാക്കേണ്ടതാണ്. അതിന് ചൂടാക്കാൻ ഏറ്റവും നല്ലത് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഒരു ചെറിയ സ്പൂണോ അതല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റീലിൻ്റെ വെസൽസ് എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ നേരിയൊരു ചൂടുണ്ടാവും. ഈ എണ്ണ കൈവിരലിൻ്റെ അറ്റം ഉപയോഗിച്ച് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാം. ഇങ്ങനെ കഴുകി കളയാൻ ചെമ്പരത്തിയില നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കുറുന്തോട്ടി വേര് ഉപയോഗിക്കാം. കുറുന്തോട്ടിയുടെ ഇലകൾ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാം. പിന്നെ ഈ കടലപ്പൊടി അതുപോലെ ചെറുപയർ പൊടി തുടങ്ങിയ ധാന്യങ്ങൾ ഡാൻഡ്രഫിൽ ഉപയോഗിക്കരുത്. കാരണം ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരംശം തലയിൽ പറ്റി പിടിക്കുകയും കൂടാതെ താരൻ വളരാൻ കാരണമാകുന്ന ഓർഗാനിസത്തിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ധാന്യപ്പൊടികളും അതുപോലെ പയറുപൊടികളും. അതുകൊണ്ട് താരനുള്ളവർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. അതിന് പകരം ഇലകളാണ് ഉപയോഗിക്കേണ്ടത്. ഇലകളിൽ നിന്ന് കിട്ടുന്ന താളികളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ കിട്ടാൻ ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഇലകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ കുറച്ച് നല്ല ജീരകം പൊടിച്ചിട്ട് മോരിൽ ചേർത്തിട്ട്, തൈര് ഉപയോഗിക്കാൻ പാടില്ല, മോരിൽ കലക്കിയിട്ട് തല കഴുകുന്നതോ അതല്ല വെറുതെ മോര് മാത്രം ഉപയോഗിച്ച് കഴുകുന്നതും ഒരു പരിധി വരെ ഗുണകരമാണ്. പിന്നെ വേറൊന്ന് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കുറച്ച് കട്ടി പിടിച്ച താരനുകൾ, സോറിയാസിസോ എക്സിമയോ സെബോറിക് ഡെർമറ്റൈറ്റിസോ അല്ലാത്ത കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് ചുവന്നുള്ളി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് മിക്സിയിലെടുക്കാം. നീരെടുത്തതിന് ശേഷം അതിലിപ്പോൾ 1 സ്പൂൺ ചുവന്നുള്ളി നീരിനാണെങ്കിൽ 10 തുള്ളി എന്ന കണക്കിൽ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് തലയോട്ടിയിൽ മുഴുവനും ചേർത്ത് തേച്ചതിന് ശേഷം വെറുതെ കഴുകി കളയുക. പിന്നെ വേറൊന്നും തേക്കേണ്ടതില്ല. ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗിക്കരുത്. ചുവന്നുള്ളിയുടെ മിശ്രിതം ഉപയോഗിക്കരുത്. പിന്നെ ഇതിൽ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഡാൻഡ്രഫ് ഉള്ളവർ ഇത് സോറിയാസിസോ സെബോറിക് ഡെർമറ്റൈറ്റിസോ
എക്സിമയോ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്കിൻ ഡിസീസ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് മാത്രമേ ഞാനിന്ന് പറഞ്ഞ തരത്തിലുള്ള ഹോം റെമഡീസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി, ഇതിൽ ന്യൂട്രീഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി വരുമ്പോൾ ഫംഗൽ ഗ്രോത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്നത് വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, സിങ്ക്, ഈ 3 താരലിൽ ഉപയോഗിക്കാവുന്നത്. നമ്മൾ വൈറ്റമിൻ ഇ, അലോവേറ ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പലരും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്രദമായിരിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് താരനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം.